എനിക്കറിയാം നീ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചു പോയി, അതുകൊണ്ട് ഉടനെ വിവാഹം നടത്തിത്തരണമെന്ന് അല്ലേ? എന്താണ് ഒന്നും ഉണ്ടാത്തത്? അവളുടെ നാവുകൊണ്ട് പറഞ്ഞാലേ അറിയാവൂ. അങ്ങനെയാണെങ്കിൽ അതങ്ങ് നടത്തണം. അതിലെന്താ തെറ്റ്? അപ്പൊ നീയും അവരുടെ പക്ഷത്തായി. ഈശ്വരൻ വിധിച്ചത് അങ്ങനെയാണെങ്കിൽ ഈശ്വര വിധി വേണമെങ്കിൽ കുറിപ്പ് മാറ്റിയെഴുതും. പക്ഷേ നിന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും? തോൽവി സമ്മതിക്കാതെ. ഇഷ്ടമേനോ, നിങ്ങൾക്ക് ഈ ബന്ധം ഇഷ്ടമാണോ? അതോ നിഷ്കളങ്കയായ എന്റെ മകളെ? ഞാൻ അത്രക്കാരനല്ല സാർ. ശരി, ഇനി എനിക്കൊന്നും പറയാനില്ല. ഏതായാലും നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളെ വരുത്തി വിവാഹം ഉറപ്പിച്ചോളൂ. എനിക്കങ്ങനെ ആരുമില്ല. അച്ഛനും അമ്മയും മരിച്ചിട്ട് വർഷങ്ങളായി. സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള നിങ്ങളുടെ ശ്രമത്തെ ഞാൻ സഹായിക്കുന്നു. പക്ഷെ ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയി എന്ന് പറയുന്നത് പാവമാണ്. ഞാൻ സത്യമാണ് സാർ പറയുന്നത്. സത്യമായാലും കള്ളമായാലും അവരിവിടെ വരണം. എന്നാലേ ഈ വിവാഹം നടക്കൂ. നിങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഞാൻ വരുത്തും. സാർ, താൻ തക്ക സമയത്ത് തന്നെ വന്നു. ഞാൻ അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു. ആരെയോ? തന്റെ മുതലാളി കേശവമേനോന്റെ മകൻ എന്റെ മകളെ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങ് എന്താണ് ഈ പറയുന്നത്? എന്റെ മുതലാളിയുടെ മകൻ ഇന്നോടൊപ്പം വന്നതേ ഉള്ളൂ. പിന്നെ താനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞതോ? അന്ന് അയാൾ പുറപ്പെട്ടില്ല. ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഇന്ന് ഞാൻ പ്ലാനിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇയാളാണ്. ശരി, താൻ ഏതായാലും അയാളെയും കൂട്ടിക്കൊണ്ട് നാളെ ഇങ്ങോട്ട് വരും. ശരി. കേട്ടോ, താൻ ആര്? എന്താ തന്റെ യഥാർത്ഥ പേര്? എന്റെ പേര് അങ്ങേക്ക് അറിയാമല്ലോ, കൃഷ്ണമേനോൻ. ബാങ്കർ കേശവമേനോന്റെ മകൻ കൃഷ്ണമേനോൻ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ താൻ ഇത്ര തവണ അഭിനയിച്ചതോ? ഞാനായിട്ടല്ലാതെ ആരുടെയും മകനായിട്ടല്ലല്ലോ ഇവിടെ കഴിഞ്ഞത്. താൻ ഇത്ര ഭയങ്കരനാണെന്ന് ഞാൻ കരുതിയില്ല. വിളിക്ക് പോലീസിനെ. എന്തിനാച്ചാ? നിന്നെയും എന്നെയും ഈ കുടുംബത്തിനെയും ഞാൻ ചതിക്കാൻ ശ്രമിച്ചായിരുന്നു. ഞാനായിട്ട് ഇവിടെ വന്നതല്ല, അങ്ങനെ ഇവിടെ വരുത്തിയതാണ്. എനിക്ക് ജോലി തന്നതും ഇവിടെ താമസിപ്പിച്ചതും ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചതും അങ്ങാണ്. തെറ്റ് അങ്ങയുടെ പക്ഷത്താണ്. അങ്ങയുടെ തെറ്റിന് ഞാനതിന് ശിക്ഷിക്കപ്പെടണം. ശരി തന്നെ, തെറ്റ് എന്റെ പക്ഷത്തെയാണ്. പക്ഷെ താനൊരു യോഗ്യനായിരുന്നെങ്കിൽ സത്യം സത്യമായിട്ട് എന്നോട് പറയാമായിരുന്നു. അതിനൊരു അവസരം അങ്ങ് എനിക്ക് തന്നില്ലല്ലോ. ചോദിക്കാത്തത് പോട്ടെ, പറയാൻ പോലും സമ്മതിക്കാത്ത ധൃതിയായിരുന്നല്ലോ. എന്നാൽ ജാനകിയോട് പറയാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് ചോദിച്ചു നോക്കണം. അദ്ദേഹം എല്ലാം എന്നോട് തുറന്നു പറഞ്ഞിരുന്നു അച്ഛാ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു.